ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ക്യാമ്പസുകളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിലുണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഇപ്പോൾ ക്യാമ്പസുകൾ രാഷ്ട്രീയം നിരോധിക്കണമെന്ന ഹർജി അത് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ സ്വമേധയാ എന്തെങ്കിലും പറയുകയായിരുന്നോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശമാണ് കോടതിയുടെ. ഇത് വിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹർജി പരിഗണിക്കുമ്പോഴുണ്ടായ ഇതൊന്നും റിയാക്ഷനോ ഒന്നും ആയിരുന്നില്ല. ഇതൊരു പരാമർശം മാത്രമാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അതായത് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ടാകുന്ന കലാപത്തെയും കോലാഹലങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാമർശമായിരുന്നു. അത്തരം പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിൽ നിർദ്ദേശം വെച്ചത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. പക്ഷേ മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കോലാഹലങ്ങൾക്ക് മതം നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ലല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ക്യാമ്പസുകളിൽ നിരോധിക്കേണ്ടത് രാഷ്ട്രീയമല്ല, അതേസമയം രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ടാകുന്ന കളികൾ നിരോധിക്കേണ്ട, അതായത് രാഷ്ട്രീയ ഇടപെടലുകളാണ് നിരോധിക്കേണ്ടത്. ബാഹ്യ ഇടപെടലുകളിൽ ആണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ക്യാമ്പസിലോ എന്തെങ്കിലും സംഘർഷാവസ്ഥയുണ്ടായാൽ അതിന് പ്രിൻസിപ്പലിന്റെ അനുമതിക്ക് പോലീസ് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. അത്തരം നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് പോലീസിന് ഇടപെടാനുള്ള എല്ലാ അധികാരവും ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഈ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖിന്റെ ബെഞ്ചിന്റെ പരാമർശമുണ്ടായത്. രാഷ്ട്രീയ സംഘടനകളുടെ സമരങ്ങൾ അക്കാദമിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടക്കരുത് എന്നുകൂടി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതിന് കർശന നടപടി ആവശ്യമാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് അതിൽ ഇടപെടുക തന്നെ വേണം. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി വേണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.